സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകയോടെ ജീവിക്കുന്ന കുടുംബത്തിൻ്റെ രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിൻ്റെ മനുഷ്യകുലത്തിലെ നന്മയ്ക്ക് വേണ്ടി ഈ കുദാശയോ ഇതിന്റെ ബലികൾ മഞ്ഞുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. എന്റെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. ഇതിനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങളും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് ഒളിയൊടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മാതൃപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥൻ സുത്താവാകും പിതാവും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ നീക്കും. നിങ്ങളുടെ ജീവനും പ്രാവശ്യമായിരിക്കട്ടെ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും. വചനം അനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല ഭാര്യയുടെ ആദരവാനാണ് പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് അനേകം ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവ്വവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്ന മൂലമാണ് സാധ്യമാവുക. ഭാഗ്യമൊഴികളായി വീട്ടിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ എല്ലാം നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനുസരണ വ്യക്തമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് പ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രാഹത്തെ നാടാന്ന് വിളിച്ചോട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ ദേഹത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കും. സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായക കൃപയ്ക്ക് തുല്യ അവകാശം എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുന്നു. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. നമുക്ക് ശ്രദ്ധാപൂർവ്വം പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. പരിശുദ്ധ സുവിശേഷം 2:11 മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹം നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശു ശിഷ്യന്മാർ വീട്ടിൽ ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീട് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീടില്ല. യേശു അവനോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്ക് നിനക്ക് പറ്റരുത്, എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. അവൻ്റെ അമ്മ വലുതാനോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യും. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന കൽപ്പറ്റികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് യേശുവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം പപ്പടം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാൻ എടുത്ത് കൊണ്ടുവരുമെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം ചിന്തിച്ചു നോക്കി.
അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം വഴി പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ച് പറഞ്ഞു, എല്ലാവരും മേൽത്തര വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ഏരി പിടിച്ച് കഴിയുമ്പോൾ താഴ്ന്നത്. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചിരുന്നു. യേശു തന്റെ മൗനം വെളിപ്പെടുത്തുന്നതിനെ പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിൽ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. ആൽബിൻ, ടീന, പ്രിയ അച്ഛന്മാരെ, മാതാപിതാക്കളെ, ബന്ധുമിത്രാദികളെ, സഹോദരി സഹോദരന്മാരെ, വളരെ സന്തോഷകരമായ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനാണ് നാം ഇന്ന് ഈ വളരെ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ടവരായ ആൽബിനും ടീനയും ഒരു പുതിയ ജീവിതത്തിലേക്ക്, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന ഈ ശുഭ മുഹൂർത്തം ഏറ്റവും ആനന്ദസംദായകമാണ്. എന്നാൽ നമ്മേക്കാളൊക്കെ ഏറെ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അത് മറ്റാരുമല്ല, പിതാവായ ദൈവമാണ്. വിശുദ്ധത്തിൽ നാം വായിക്കുന്നത് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആദ്യ അധ്യായത്തില് ദൈവം കുടുംബജീവിതത്തിൽ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ദൈവം ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് അനുഗ്രഹിച്ച ആ കുടുംബജീവിതം ഏറ്റവും പരിശോധിക്കുക. പുതിയ നിയമത്തിലേക്ക് നാം വരുമ്പോൾ വിശുദ്ധ പൗലോസ്ലീഹ എഫേസ്യർക്കാരുടെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഭാര്യമാരെ നിങ്ങൾ കർത്താവിനെന്ന പോലെ സഭ ക്രിസ്തുവിന് വിധേയമായതുപോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് മറ്റു മനുഷ്യരിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്നു. അപ്പോൾ ആ വഴിയിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും ഭാവങ്ങളും ദൈവത്തിന് നേർന്നുകൊണ്ട് ദൈവത്തിൻ്റെ സമൃദ്ധമായി അനുഗ്രഹിക്കുന്നത് പ്രാർത്ഥിച്ചുകൊണ്ട് നാമത്തിൽ ഞങ്ങളെ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകുവാൻ ആഗ്രഹിക്കുന്ന ഇവരെ ബന്ധിപ്പിക്കുന്ന ഈ ഉദാസിയോജനപരികർമ്മജീവൻ അങ്ങയുടെ നാശത്തിലാകണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായ ഞങ്ങളിൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരനെ നടപടിയനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ചീനയെ നിന്റെ ഭാര്യ സ്വീകരിക്കുന്നു. ചീന ശിഷ്യാരുടെ നിയമവും തിരുസഭയുടെ നടപടിയനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി നിന്റെ പുസ്തകം സ്വീകരിക്കുന്നു. സാക്ഷികളിൽ നിങ്ങളിതിന് സാക്ഷികളാണ്. അതെ, നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായ പരസ്പരം പരസ്പരം ചേർത്ത് പിടിക്കുകയും അപരാധത്തെ നിങ്ങളോടുണ്ടായിരിക്കട്ടെ. സ്നേഹത്തോട് മനസ്സിലാക്കിയതോടുകൂടി കുടുംബജീവൻ നയിക്കുവാൻ നമ്മുടെ കർത്താവ് നിങ്ങളെ വിവാദമെത്തിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഒന്നിപ്പിക്കുന്നതായിട്ട് ആശീർവദിക്കണമേ. നിങ്ങളെ സന്തോഷം പ്രോത്സാഹിക്കുവാനും ഇഷ്ടമനുസരിച്ച് പരിശുദ്ധായിരിക്കുവാനും ഇതിൽ കുഞ്ഞിതമായി ഇവർക്ക് ശക്തിയാകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തയുടെ അടയാളമായി ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ദമ്പതിമാരുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തയുടെ അടയാളമായ പരസ്പരണിക്കുന്ന ഈ മോഹങ്ങളെ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രഭാവനത്തിൻ്റെ നിശ്വാസത്താൽ മനുഷ്യാത്മാവിനായ കർത്താവേ, ഈ മന്ത്രോടെ ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര
സ്നേഹമടിയമേതടിക്കുവാൻ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ഈ ലോകത്തിൽ നിഷ്കളങ്കരായിരിക്കെ സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രമണിയാൻ ഇവരെ യോഗ്യരാകുകയും ചെയ്യണമേ. പുതിയ കുടുംബത്തിൻ കതിരുകളുയരുന്നു, തിരുസഭ വിജയത്തിൻ തൊടുകുറി അണിയുന്നു. പുതിയ കുടുംബത്തിൻ കതിരുകളുയരുന്നു, തിരുസഭ വിജയത്തിൻ തൊടുകുറി അണിയുന്നു. ഉന്നതമാ അമ്പരവീതികളും മംഗളഗീതികളിൽ മുങ്ങി വിളങ്ങുന്നു. അവനിയും ഉന്നതമാ അമ്പരവീതികളും മംഗളഗീതികളിൽ മുങ്ങി വിളങ്ങുന്നു. പുതിയ കുടുംബത്തിൻ കതിരുകളുയരുന്നു, തിരുസഭ വിജയത്തിൻ തൊടുകുറി അണിയുന്നു. നവദമ്പതിമാരെ മരണം സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസത്തോടുകൂടെ ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനമനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടെ നിങ്ങളെ സമ്പന്നരാകട്ടെ. തിരുസഭയുടെ തിരുസായ വിഷയായ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷണമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനുഷിക ശാരീരികവും ആരോഗ്യവും ഭൗതികമായ സ്വസ്ഥയും അവിടെ നിങ്ങളിൽ മുൻചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാറ്റിലയക്കുന്നതിനും അവിടെ നിങ്ങളെ സഹായിക്കട്ടെ. കാലത്തിലെ നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ പാപങ്ങളുടെ കറകളയട്ടെ. കർത്താവ് തന്റെ കൃപാനുഗ്രഹത്താൽ നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. ഈ കുർബാന സ്വീകരിക്കട്ടെ. നിങ്ങൾക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി നിങ്ങൾ സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സമയത്താവുകയും ചെയ്യട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടി കർത്താവിൽ നിന്ന് പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ രക്ഷിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾക്ക് ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തുന്നു. പരിശുദ്ധ
ദിവ്യകരസ്പർശം നീ